ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മലയാളി ഫ്രം തൃശൂർ. ഹാംസ്റ്റർ കോയിൻസ് ലിസ്റ്റിങ്ങിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. കുറേയായി നമ്മൾ ഈ ലിസ്റ്റിംഗ് ഒന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇത് എന്താണ് സംഭവം? എങ്ങനെയാണ് ഒരു ക്രിപ്റ്റോ കറൻസി ലിസ്റ്റിംഗ് ചെയ്യുന്നത്? ലിസ്റ്റിംഗിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ? ഒരു കോയിൻ ലിസ്റ്റ് ചെയ്തോ എന്ന് എങ്ങനെ അറിയും? ലിസ്റ്റിംഗ് വന്നു കഴിഞ്ഞ് എന്തൊക്കെ ചെയ്യാം? ഇങ്ങനെ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അപ്പൊ നമുക്ക് എന്താണ് ക്രിപ്റ്റോ കറൻസി ലിസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ ഒരു പുതിയ ക്രിപ്റ്റോ കറൻസിനെ ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നത് വഴിയാണ് നമുക്ക് ട്രേഡിംഗ് നടത്താൻ കഴിയുക. ഒരു കോയിൻ ലിസ്റ്റ് ചെയ്യുമ്പോൾ അത് എക്സ്ചേഞ്ചിലേക്ക് അവിടെയുള്ള യൂസേഴ്സിലേക്ക് എത്തുകയും അതിന്റെ വിസിബിലിറ്റിയും ലിക്വിഡിറ്റിയും കൂടുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ലിസ്റ്റിംഗ് നടക്കണമെങ്കിൽ എന്തൊക്കെ സംഭവങ്ങൾ ചെയ്യണം? ആദ്യം തന്നെ നമ്മുടെ ഈ ക്രിപ്റ്റോ കറൻസിയുടെ ഡെവലപ്മെന്റ് ടീം ലൈക്ക് ഹാംസ്റ്റർ കോംബാറ്റ് അതുപോലെയുള്ള ടീംസ് എക്സ്ചേഞ്ചിൽ ഈ ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യും. അവ ഈ എക്സ്ചേഞ്ച് പ്രൊഡക്റ്റ് ടീമിന്റെ ക്രെഡിബിലിറ്റി, ടെക്നോളജി, ലീഗൽ കംപ്ലയൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യും. ഇതെല്ലാം പോസിറ്റീവ് ആണെങ്കിൽ ലിസ്റ്റിംഗ് റിക്വസ്റ്റ് അപ്രൂവ് ചെയ്യും. ചില എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റിംഗിന് ഫീസ് കാണും, പക്ഷെ മറ്റു ചിലതിൽ ഉണ്ടാവില്ല. അത് ഡിപ്പെൻസ്. അങ്ങനെ അപ്രൂവ് ആയിട്ടുള്ള കോയിൻസ് എക്സ്ചേഞ്ചിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യും. പിന്നെ വാളറ്റ്സും ട്രേഡിംഗ് പ്രൈസും ഒക്കെ സെറ്റപ്പ് ചെയ്യും. ഇത്രയും കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ആ കോയിന്റെ ലിസ്റ്റിംഗ് അനൗൺസ് ചെയ്യും. പിന്നെ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയായി. സെയിം ടൈം മൾട്ടിപ്പിൾ എക്സ്ചേഞ്ചസിൽ വേണമെങ്കിൽ കോയിൻസ് ലിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് കോയിൻസിന്റെ എക്സ്പോഷറും ലിക്വിഡിറ്റിയും കൂട്ടും. അതുപോലെ തന്നെ ഒരു മാർക്കറ്റ് മൊമെന്റം ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ സംഭവം ഒരു ചടങ്ങാണ്. അനൗൺസ്മെന്റ്സും ടെക്നിക്കൽ ഇന്റഗ്രേഷൻസും ഒക്കെ വളരെ ശ്രദ്ധിച്ച് പ്ലാനിങ്ങോട് കൂടി സിങ്ക്രണൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത്. ലിസ്റ്റിംഗ്സിൽ കോംപ്ലിക്കേഷൻസ് വരാം. എപ്പോഴും ഈ ലിസ്റ്റിംഗ് സ്മൂത്തായി പോവണം എന്നില്ല. ടെക്നിക്കൽ ഗ്ലിച്ചസ് വരാം, ലിക്വിഡിറ്റി ഇഷ്യൂസ് വരാം. അതായത് വേണ്ടത്ര ബയേഴ്സും സെല്ലേഴ്സും ഒന്നും ഇല്ലെങ്കിൽ വിലയിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഫ്ലക്ച്വേഷൻസ് വരും. അതുപോലെ ലീഗൽ ചാലഞ്ചസ് വരാം. പിന്നെ മൾട്ടിപ്പിൾ എക്സ്ചേഞ്ചസിൽ സംഭവം ലിസ്റ്റ് ചെയ്യുമ്പോൾ യൂസേഴ്സിന് കൺഫ്യൂഷനും വരാം. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ഇഷ്യൂസ്. പിന്നെ കോയിൻസ് ലിസ്റ്റ് ചെയ്തോ എന്നറിയാൻ 3 ഓപ്ഷൻസ് ആണുള്ളത്. എക്സ്ചേഞ്ചിന്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒഫീഷ്യൽ ആപ്പ് വഴി, അല്ലെങ്കിൽ ഒഫീഷ്യൽ അനൗൺസ്മെന്റ്സ് വഴി. ഈ ഒഫീഷ്യൽ അനൗൺസ്മെന്റ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ പ്രൊജക്ട് ടീം ചെയ്യുന്നതാവാം. പിന്നെ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് അല്ലെങ്കിൽ കോയിൻ ഗീക്കോ പോലുള്ള കോയിൻ മാർക്കറ്റ് അഗ്രിഗേറ്റർ വെബ്സൈറ്റ്സ് വഴി അറിയാനായിട്ട് പറ്റും. പിന്നെ കോയിൻ ലിസ്റ്റിംഗ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഓപ്ഷൻസ് ആണുള്ളത്? ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഹാംസ്റ്റർ ടോക്കൺസ് വെച്ചാണ്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബിനാൻസ്, OKX, ബൈബിറ്റ് അല്ലെങ്കിൽ EB പോലുള്ള ക്രിപ്റ്റോ എക്സ്ചേഞ്ചസ് വഴി സെൽ ചെയ്യാം. ഇതിൽ നമ്മൾ ഹാംസ്റ്റർ ടോക്കൺസ് വേറെ ഏതെങ്കിലും ക്രിപ്റ്റോ കറൻസീസ്, ഫോർ എക്സാമ്പിൾ ബിറ്റ് കോയിൻ, അതിന് പകരമായിട്ട് ട്രേഡ് ചെയ്യാം. എന്നിട്ട് പിയർ ടു പിയർ പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ ഡയറക്റ്റ് വിഡ്രോവൽ ഓപ്ഷൻസ് വഴി INR കൺവേർട്ട് ചെയ്ത് വിഡ്രോ ചെയ്യാം. 2, ബിനാൻസ് പോലെയുള്ള എക്സ്ചേഞ്ചസിൽ പിയർ ടു പിയർ പ്ലാറ്റ്ഫോം ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഇതിൽ നമ്മൾ ഹാംസ്റ്റർ ടോക്കൺസ് വേറെ ഏതെങ്കിലും ക്രിപ്റ്റോ കറൻസീസിലേക്ക് കൺവേർട്ട് ചെയ്യും. ദെൻ അത് ഡയറക്റ്റ് ബയേഴ്സിന് INR സെൽ ചെയ്യും. മറ്റ് ഓപ്ഷൻസിനെ വെച്ച് നോക്കുമ്പോൾ ഇതിലെ മിനിമം ഫീസ് ഈടാക്കുള്ളൂ. നമ്മൾ ഈ ബ്രോക്കർ ഒന്നും ഇല്ലാതെ കച്ചവടം നടത്തുന്ന പോലെയാണത്. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ സ്റ്റേക്കിംഗ് ഓർ ഹോൾഡിങ്. ഈ EB പോലുള്ള എക്സ്ചേഞ്ചസിലൊക്കെ സ്റ്റേക്കിങ്ങിന് റിവാർഡ്സ് ഉണ്ട്. 4ാമത്തെ ഓപ്ഷൻ വരുന്നത് ടെലഗ്രാം വാലറ്റ് വഴി ട്രേഡ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ P2P മാർക്കറ്റ്. ഇതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അപ്പോ ലിസ്റ്റിങ്ങിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ധാരണ കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ ഷൂട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മലയാളി ഫ്രം തൃശൂർ. Bye for now.